ആശാവർക്കർമാരുടെ സമരം 18 ദിവസത്തിലേക്ക് കടക്കുമ്പോഴും അവർ ചർച്ചയ്ക്ക് വിളിക്കാൻ പോലും സർക്കാർ തയ്യാറല്ല. സ്ത്രീയായ വീണ ജോർജ് ആരോഗ്യവകുപ്പ് മന്ത്രിയായിരിക്കെ അവരുടെ കീഴിലുള്ള ആശാവർക്കർമാർ അവരുടെ ജീവിത പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് വളരെ ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം ചെയ്യുന്നത്. പക്ഷേ ഈ സമരത്തെ ഭീഷണിപ്പെടുത്തിയും അപവാദ പ്രചരണം നടത്തിയും അടിച്ചമർത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഏറ്റവും ഒടുവിൽ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സമരപന്തലിലെത്തിയ ജോസഫ് സി മാത്യു, ഡോക്ടർ താര, അഡ്വക്കേറ്റ് മിനി തുടങ്ങിയ പൊതുപ്രവർത്തകർക്കെതിരെ കേസെടുക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. റോഡ് തടസ്സപ്പെടുത്തിയെന്നും റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തിയെന്നും വിപ്ലവത്തിന് ആഹ്വാനം നൽകിയെന്നും ഒക്കെയുള്ള അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. അപ്പോൾ ഒരു അവകാശ സമരം നടത്താനുള്ള ഭരണഘടനാപരമായ അവകാശം ഏതു സംഘടനയ്ക്കും ഏത് വ്യക്തിക്കും നമ്മുടെ നാട്ടിലുണ്ട്. ഇതൊരു ഫാസിസ്റ്റ് ഭരണകൂടമല്ല. മോദി സർക്കാർ ഫാസിസ്റ്റ് ഭരണകൂടമല്ല എന്ന് പറയുന്ന CPM ഫാസിസ്റ്റ് സ്വഭാവത്തിലുള്ള നടപടികളാണ് ആശാവർക്കർമാരുടെ സമരത്തിന് നേരെ പ്രയോഗിക്കുന്നത്. ആരാണ് ജോസഫ് സി മാത്യു? VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാവായിരുന്ന ആളാണ് സാങ്കേതിക വിദഗ്ധരായ ജോസഫ് സി മാത്യു. ജോസഫ് സി മാത്യു ചാനൽ ചർച്ചകളിലെ പരിചിത മുഖമാണ്. ഏറ്റവും മാന്യമായി ഏത് വിഷയത്തിലും സംസാരിക്കുകയും പ്രതികരിക്കുകയും ഭരണത്തെ വിമർശിക്കുകയും നല്ല കാര്യങ്ങൾ ചെയ്താൽ അംഗീകരിക്കുകയും ചെയ്യുന്ന ജോസഫ് സി മാത്യുവിനടക്കമുള്ളവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഏറ്റവും വലിയ തമാശ, ഗോളിയാർ റയോൺ സമരത്തിലൂടെ വളർന്നു വന്ന CITU നേതാവ് എളമരം കരീം പറയുന്നത് ഈർക്കൽ പാർട്ടികളാണ് ഈ സമരം നടത്തുന്നതാണ്. ഇവർ പാട്ടപ്പിരിവ് നടത്തുന്നു എന്നാണ്. ഇവർക്ക് രാഷ്ട്രീയ നേതൃത്വമില്ല എന്നാണ്. കരീം ഉദ്ദേശിക്കുന്നത് SUCI തുടങ്ങിയ പാർട്ടികളെയാണ്. SUCI എന്ന് പറയുന്ന പാർട്ടി ബംഗാളിലും മറ്റും ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. അവരുടെ യുവജന സംഘടന ആണ് ഈ സമരപന്തലിൽ ആശാവർക്കർമാരെ സഹായിക്കാൻ രംഗത്തിറങ്ങിയിട്ടുള്ളത്.